ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഒറ്റയടിക്ക് ആ കത്ത് കാണുമ്പോൾ ഇനി കോടതി പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു ടെക്നിക്കൽ ഒരു അനാലിസിസ് ആണ് നടത്തണമെങ്കിൽ ആ തരത്തിൽ നടത്താം. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് എന്താണ് BJP കേരളത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? ഈ പറഞ്ഞ പോലെ 291 കോടി ഉണ്ടല്ലോ, അതല്ലേ ചെലവാക്കേണ്ടത് എന്ന് ചർച്ചകളിലും വാദങ്ങളിലും ഉന്നയിക്കുന്ന BJP നേതാക്കൾ ഈ വിഷയം അറിയാത്ത കാര്യമൊന്നുമല്ല. നേരത്തെ ഷംഷാദ് പറഞ്ഞതുപോലെ ഉന്നതതല സംഘം വരുന്നു, അവരുടെ റിപ്പോർട്ട് ചെല്ലുന്നു, PDNA വരുന്നു, അവരുടെ റിപ്പോർട്ട് ചെല്ലുന്നു, അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് ചെല്ലുന്നു. അപ്പോൾ ഈ ഡീറ്റെയിൽ സ്റ്റഡി ഇല്ല എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് വന്ന 2 സംഘങ്ങളുടെ റിപ്പോർട്ടും അവിടെ എത്തിയില്ലേ എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അത് ഒറ്റയടിക്ക് കാണുമ്പോൾ കണ്ണടച്ചതാ വയനാട് ഈ രാജ്യത്തിന്റെ ഭാഗമേ ഇല്ല, ഇത്രയും ഞങ്ങൾക്ക് തരാൻ പറ്റും, നിങ്ങൾ വേണമെങ്കിൽ ഉള്ളതെടുത്ത് ചെലവാക്കിക്കൊള്ളൂ എന്നല്ലേ തോന്നുക? അതിൽ 2-3 വിഷയങ്ങളുണ്ട് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വന്ന് 2005 ആ ആക്ട് വന്നിട്ട് ഇപ്പോൾ 25 വർഷമായി. ആക്ട് പുതുക്കേണ്ട സമയം കഴിഞ്ഞു, പല പോളിസികളും മാറ്റേണ്ട സമയം കഴിഞ്ഞു. കാരണം ആ ആക്ടിനനുസരിച്ച് നാഷണൽ ഡിസാസ്റ്റർ എന്ന ഒരു പ്രൊവിഷൻ ഇല്ല, ആക്ടിലില്ല, അത് കറക്റ്റാണ്. പക്ഷേ അത് മാറ്റേണ്ട സമയമായി, കാരണം രാജ്യത്തിന് ശേഷം ഒരുപാട് ഇത് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാറ്റേണ്ട സമയമായി. 2009 പോളിസി ഉണ്ട്, പിന്നെ ഈ 2005 ശേഷം 2009 ഒരു പോളിസി ഉണ്ടാക്കി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി. അതിനകത്താണ് ഈ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതും അസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല. പലരും ഇങ്ങനെ പറയുന്നത് തീവ്രമായിട്ട് പ്രഖ്യാപിച്ചാൽ പൈസ, അങ്ങനെയല്ല. അതിനകത്തൊക്കെ ഒരുപാട് ലാക്കണയുണ്ട്, ഒരുപാട് പോരായ്മയുണ്ട്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് കൈകാര്യം ചെയ്യേണ്ട ദുരന്തം ഡിസ്ട്രിക്റ്റിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ലെവൽ 1, സ്റ്റേറ്റ് കൈകാര്യം ചെയ്യാൻ പറ്റും ലെവൽ 2, സ്റ്റേറ്റിനും കൂടെ നിൽക്കാത്ത നാഷണൽ സഹായം സാമ്പത്തികമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം, മറ്റ് സൗകര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതാണ് ലെവൽ 3. അപ്പോൾ ലെവൽ 3 ആയിട്ട് പ്രഖ്യാപിക്കില്ല, അതൊക്കെ വരും ചുമ്മാ പറയുന്നതാണ്. നമുക്ക് വേണ്ടതൊന്നുമല്ല. നമുക്ക് വേണ്ട എന്താണ്? ഇവിടെ SDRFൽ പൈസ അനുവദിച്ചു, ആ പണമുണ്ട് ഇവിടെ, ഓക്കെ. രണ്ടാമത് നമുക്ക് അഡീഷണൽ, അതുപോലെ സ്പെഷ്യൽ പാക്കേജ് എന്നൊരു പദമില്ല, ഈ സ്പെഷ്യൽ പാക്കേജ് ഇല്ല, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഉള്ളതെന്താണ്? 2 തരത്തിലുള്ള അഡീഷണൽ അസിസ്റ്റൻസാണ് കേന്ദ്രം തരാൻ കഴിയുക. 3 തരത്തിൽ തരാം, അത് ഞാൻ 3ആയിട്ട് പറയാം. ഒന്ന്, പ്രധാനമന്ത്രി വന്ന സ്ഥിതിക്ക് അത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നല്ല, അല്ല പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് മരിച്ചവർക്കും മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരുടെ അസുഖം അല്ലെങ്കിൽ ചികിത്സ ചെലവിനുമായിട്ടൊക്കെ ഒരു ഗിഫ്റ്റ് മണി, ടോക്കൺ മണി പ്രഖ്യാപിക്കാം. അത് പല സ്ഥലത്തും പ്രഖ്യാപിക്കാറുണ്ട്. അതെന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എന്ന് BJPയുടെ ആളുകൾ പറയണം. രണ്ടാമത്തെ കാര്യം, അഡീഷണൽ അസിസ്റ്റൻസ് എന്നാണ് ഈ പറയുന്ന വാക്കല്ല, മറ്റേ ഈ സ്പെഷ്യൽ പാക്കേജ് ഒന്നുമില്ല. അഡീഷണൽ അസിസ്റ്റൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. അസിസ്റ്റൻസ് പ്രത്യേക ധനസഹായം അല്ലത്, അഡീഷണൽ ആയിട്ട് തരുന്നതാണ്. നമ്മൾ തന്നത് തികയാത്തതുകൊണ്ട് കൂടുതൽ തരുന്നതാണ്. അത് തരുന്നതിന് കൃത്യമായൊരു പ്രൊസീജിയറുണ്ട്. എന്താ പ്രൊസീജിയർ? കലാമിറ്റി റിഡക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. 3:1 3 ഭാഗം അവർ തരുമ്പോൾ 1 ഭാഗം നമ്മൾ എടുക്കണം. പിന്നെ നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞ് വേറെ ഫണ്ടുമുണ്ട്. ഈ ഫണ്ടിൽ നമുക്ക് പൈസ തരാം. ഈ ഫണ്ടിൽ പൈസ തരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ വന്ന കേന്ദ്ര സംഘം നടത്തുന്ന പഠനത്തിൻ്റെയും കേരളം കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് സെക്രട്ടറി വയ്ക്കുന്ന ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഹോം സെക്രട്ടറി, കേന്ദ്ര ഹോം വകുപ്പിൻ്റെ സെക്രട്ടറി, പിന്നെ മറ്റ് 2 വകുപ്പുകളുടെയും കൂടി സെക്രട്ടറിമാരും ചേരുന്ന ഒരു സമിതി, അവർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരെ കൂടെ അവരാണ് വന്നത്. ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയി റിപ്പോർട്ട് കൊടുക്കും. ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് ഫിനാൻസ് സെക്രട്ടറി ചെയർമാനായിട്ടുള്ള കമ്മിറ്റിക്കാണ്. ഇതാണ് ഇതിൻ്റെ നടപടിക്രമമാണ് ഞാൻ പറയുന്നത്, ആക്ടിൽ കിടക്കുന്നത്. അല്ല ഞാൻ BJP കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നുമല്ല പറയുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് സെക്രട്ടറി ചെയർമാനുള്ള കമ്മിറ്റിയുടെ കൊടുക്കും. അതിൽ ഫിനാൻസ് സെക്രട്ടറി ഉണ്ട്, ഹോം സെക്രട്ടറി ഉണ്ട്, അഗ്രികൾച്ചർ സെക്രട്ടറി ഉണ്ട്. ഇവരുടെ റെക്കമെൻഡേഷൻ എവിടെ വരും? അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണോ വേണ്ടേ, എത്ര രൂപ കൊടുക്കണമെന്നുള്ള ഇവരുടെ റെക്കമെൻഡേഷൻ കൃത്യമായി എവിടെ വരും? ഫിനാൻസ് വിങ്ങിൽ വരും. അവിടെയാണ് അടി. നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൽ തന്നെ ബഡ്ജറ്റ് പൈസ വെച്ചു, അത്രയും പൈസ ഫിനാൻസുകാർ കൊടുക്കില്ല. അവിടെ ചിലപ്പോൾ അടി തുടങ്ങും അവർ. ഉടനെ അവർ ചോദിക്കാൻ തുടങ്ങും, നേരത്തെ തന്ന പൈസ എവിടെ? ഒന്നാമത്തെ ചോദ്യം. തന്ന പൈസ ചെലവാക്കിയോ? 2 വകമാറ്റി ചെലവാക്കിയോ? ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അപ്പോ ഈ നമ്മൾ ഈ ഉത്തരാഖണ്ഡ്, അസം, ഉത്തർപ്രദേശ്, അപ്പോൾ ഈ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇതൊക്കെ കേന്ദ്രം അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. 2018 ഫ്ലഡ് പ്രളയകാലത്ത് കേരളത്തിനും ഇതിന്റെ ഒരു ചെറിയ തുക കിട്ടി. അപ്പൊ ഒരു കാര്യം വയനാട് പോലെ ഇത്രയും വലിയ 2013 ഉത്തരാഖണ്ഡിൽ പ്രളയം ഉണ്ടായപ്പോഴും 2014 ഹുദ്വ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ സൈക്ലോൺ ഉണ്ടായപ്പോഴും സ്പെഷ്യൽ ഫണ്ട് വാങ്ങിയെടുത്തു. ഈ സ്പെഷ്യൽ അല്ല, ഈ അഡീഷണൽ അസിസ്റ്റൻസ് വാങ്ങിയെടുത്തു. പക്ഷെ അത് എങ്ങനെയാണെന്നറിയാം, 2018 കിട്ടി. അപ്പൊ ഈ അഡീഷണൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം കിടപ്പുണ്ട്. സ്റ്റേറ്റ്, അതും ഫിനാൻസ് കമ്മിറ്റി 10ാം ധനകാര്യ കമ്മീഷൻ 1995-2000 പറഞ്ഞത് ഈ സിവിയർ ആവുന്ന കഥ അതാണ്. സിവിയർ ആവണമെങ്കിൽ സ്റ്റേറ്റിന്റെ 1/3 ഭാഗത്തെ ബാധിക്കണം. അങ്ങനെയുണ്ട്. അതുകൊണ്ട് സിവിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത്
ഒന്ന്, അവർക്ക് നിയമം മാറ്റാം. നമ്പർ 1, അതങ്ങ് സമ്മർദ്ദപ്പെടുത്തണം. എം പിമാരെല്ലാം അവിടെ സമ്മർദ്ദപ്പെടുത്തുക, റൂൾ മാറ്റണം. നമ്പർ 2, നാഷണൽ ഡിസാസ്റ്റർ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരണം. പക്ഷേ അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അത് നടക്കുന്ന വേളയിൽ തന്നെ അഡീഷണൽ അസിസ്റ്റൻസ് അടിയന്തരമായി അല്ല, ഓക്കെ, ഞാൻ ആ ടെക്നിക്കൽ വിഷയം, ഞാനിത് ഇതിന്റെ രാഷ്ട്രീയത്തിൽ ആ ടെക്നിക്കൽ വിഷയങ്ങളെല്ലാം അംഗീകരിക്കാം. ഈ തീവ്ര ദുരന്തമായിട്ട് പറയാൻ പറ്റാത്തത് ഈ സ്റ്റേറ്റിന്റെ മൂന്നിലൊന്നിനെ ബാധിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ, STRF-ൽ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നിടത്തൊരു വിഷയമുണ്ടല്ലോ. അത് നേരത്തെ ശ്രീ എം പ്രകാശൻ മാസ്റ്റർ പറഞ്ഞോളൂ, ഇതാദ്യമായിട്ടല്ല. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞാൽ ഇനി 3 മാസമേ നമുക്കുള്ളൂ, ഫിനാൻഷ്യൽ ഇയർ 3-3.5 മാസമേ ഉള്ളൂ. നിങ്ങൾക്കൊരു, ഞാൻ രാഷ്ട്രീയം പറയല്ല കേട്ടോ, അത് വിചാരിച്ചില്ല, ഞാൻ പ്യൂർ ടെക്നിക്കൽ പറഞ്ഞു. നിങ്ങൾക്ക് 700 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 3 മാസത്തേക്ക് നിങ്ങൾക്ക് 700 കോടി രൂപയുടെ ഒരു ഡിമാൻഡ് വരാൻ സാധ്യത കാണുന്നില്ല. ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ അസംഷൻ ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ പണി ചെയ്യുക, ഞങ്ങൾ അഡീഷണൽ അസിസ്റ്റൻസ് തരാം. അതാണ് കോടതിയിലും പറഞ്ഞത്. അഡീഷണൽ അസിസ്റ്റൻസ് തരൂലെന്ന് അവർ പറയുന്നില്ല. പക്ഷെ പ്രശ്നം എന്താണ്, ബാക്കി ഹിച്ചുകൾ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ അത് ഫിനാൻസുകാർ ചെയ്യുന്നൊരു പണിയുണ്ട് അവിടെ. ആ പണി നമ്മൾ ഊരിയെടുക്കണം. അത് പൊളിറ്റിക്കലായിട്ട് ഊരിയെടുക്കാൻ പറ്റണം, ഫെഡറൽ സ്റ്റേറ്റ് എന്നുള്ള അവകാശം വെച്ച് ഊരിയെടുക്കാൻ പറ്റണം, ലൈസൺ വഴി ഊരിയെടുക്കാൻ പറ്റണം. ആ സാധനം നടക്കണം. ഇത് 3-4 രീതിയിൽ നടന്നാലേ നമുക്ക് അവിടെ നിന്ന് പൈസ പിടിച്ചു വാങ്ങാൻ പറ്റുള്ളൂ. അത് സംസ്ഥാന സർക്കാർ തമിഴ്നാട്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനേക്കാൾ ഫൈറ്റ് അല്ലേ DMK-യും BJP. തമിഴ്നാടിന് ഈ പരാതിയില്ല. കാരണം അവർ കുറച്ചുകൂടി ഈ ലൈസൺ വർക്കും ഈ കാര്യങ്ങളും കുറച്ചുകൂടി വേറെ തരത്തിലാണ് അവർ നടത്തുന്നത്. അത് കണ്ടുപഠിക്കണമെന്നും കൂടി പറയാണ് ഞാൻ, സ്റ്റേറ്റിനെതിരെ പറയുന്നത്. അത് മനസ്സിലായി. അത് ശ്രീ ഞാൻ പ്രകാശ് മാസ്റ്റർ ഷംഷാദിലേക്ക് വരുന്നതിന് മുൻപ്